ഒരു യൂറോപ്യൻ കിരീടം ഇല്ലെന്ന പഴി PSG ഏറെ നാൾ കൊണ്ടു നടന്നതാണ്. അതിന് വിരാമമിടാൻ ലൂയിസ് എൻറിക്കെ എന്ന സ്പാനിഷ് ടാക്ടീഷ്യൻ വേണ്ടി വന്നു. കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയ PSG പുതിയ സീസണിലും ഒരുങ്ങി തന്നെയാണ്. കഴിഞ്ഞ സീസണിൽ അവസാനിപ്പിച്ചെടുത്ത് തുടങ്ങുകയാണെന്ന് പ്രഖ്യാപിക്കുകയാണ് എൻറിക്കയും സംഘവും. യുവേഫ സൂപ്പർ കപ്പ് കിരീടം നേടിക്കൊണ്ട് PSG പുതിയ സീസണിന് തുടക്കമിട്ടിരിക്കുന്നു. യൂറോപ്പ ചാമ്പ്യന്മാരായ ടോട്ടൻഹാമിനെ തോൽപ്പിച്ചാണ് PSGയുടെ വിജയം. പുതിയ പരിശീലകനായ തോമസ് ഫ്രാങ്കിൻ്റെ കീഴിൽ ജയിക്കാൻ വേണ്ടി തന്നെയാണ് ടോട്ടൻഹാമും ഇറ്റലിയിലേക്ക് വണ്ടി കയറിയത്. PSG അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് ടോട്ടൻഹാം തുടക്കത്തിലെ 2 ഗോളിന് ലീഡ് നേടി. എന്നാൽ അങ്ങ് വിട്ടുകൊടുക്കാൻ എൻറിക്കയും സംഘവും തയ്യാറായിരുന്നില്ല. കളി അവസാനിക്കാൻ 5 മിനിറ്റ് മാത്രം ശേഷിക്കെ ലീ കോങ്ങിൻ്റെയും ഗാൺസാലോ റോമോസിൻ്റെയും ഗോളിൽ PSG സമനില പിടിച്ചു. എക്സ്ട്രാ ടൈമിൻ്റെ ആരവങ്ങളില്ലാതെ വിജയം നിശ്ചയിക്കാൻ ഇരു ടീമുകളും പെനൽറ്റി കിക്കിന് തയ്യാറെടുത്തു. പോർച്ചുഗീസ് താരം ബിറ്റിഞ്ഞ ആദ്യ കിക്ക് തന്നെ പുറത്തേക്കടിച്ചതോടെ ടോട്ടൻഹാം കിരീടം സ്വപ്നം കണ്ടതാണ്. എന്നാൽ വാൻഡർവനും മത്യാസ്റ്റലും പെനൽറ്റി മിസ്സാക്കിയതോടെ PSG യൂറോപ്യൻ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടെ തുന്നി ചേർക്കപ്പെട്ടു. കോടികൾ വിലയുള്ള വലിയ താരങ്ങളുടെ സാന്നിധ്യമല്ല, മറിച്ച് മികച്ച കളിക്കാർ ടീമെന്ന നിലയിൽ ഒത്തിണക്കത്തോടെ കളിക്കുന്നതിലാണ് വിജയമെന്ന് എൻറിക്കെ ഒരിക്കൽ കൂടി ലോകത്തിന് കാണിച്ചു തന്നു. എല്ലാ സീസണിലെയും പോലെ ഫ്രഞ്ച് ലീഗിൽ ഈ സീസണിലും PSG ആധിപത്യമാവാനാണ് സാധ്യത. എന്നാൽ ചാമ്പ്യൻസ് ലീഗിൽ മറ്റു ഗ്ലാമർ ടീമുകൾക്ക് PSG തലവേദനയാകുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. എൻറിക്കയും സംഘവും ഈ സീസണിലും ഒരുങ്ങി തന്നെയാണ്.